ഒരു ഭാഗത്ത് താഴേക്ക് നീണ്ടു പരന്നു കിടക്കുന്ന താഴ്വാരം, മറുവശത്ത് മുന്നോട്ടുള്ള വഴി അവസാനിച്ച് ഭൂമിയുടെ ഒരറ്റത്ത് വന്നു നിന്ന് വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ. എഡ്ജ് ഓഫ് ദ വേൾഡ്, ദുനിയാവിന്റെ അറ്റം. Finally we reached at ഫ്രണ്ട്സ് എല്ലാവരും കൂടി എങ്ങോട്ടേലും ഒരു ലോങ് റൈഡ് പോകണമെന്ന പ്ലാനിങ്ങിലാണ് റിയാദിലെ എഡ്ജ് ഓഫ് ദ വേൾഡ് തിരഞ്ഞെടുത്തത്. 4 വണ്ടികളിലായിട്ട് ഞങ്ങൾ 16 പേരുണ്ടായിരുന്നു. 1 ഇയർ മൾട്ടിപ്പിൾ എൻട്രി വിസ എടുത്താണ് ഞങ്ങൾ എല്ലാവരും പോകുന്നത്. ദോഹയിൽ നിന്നും ഏകദേശം 700 കിലോമീറ്റർ ഉണ്ട്. ഉദ്ദേശം എഡ്ജ് ഓഫ് ദ വേൾഡ് കാണാനാണെങ്കിലും അൽബൈക്ക് ബ്രോസ്റ്റും റൊമാൻസിയയിലെ മന്തിയും ട്രിപ്പിലെ പ്ലാനിങ്ങിലുണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യം എത്തിയത് ഉഫൂഫിലെ അൽബൈക്കിലായിരുന്നു. ഗൂഗിൾ മാപ്പ് പറഞ്ഞു തന്ന അടയാളം അനുസരിച്ച് എത്തിച്ചേർന്നത് റിയാദ് സിറ്റിയിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള സദൂസിലായിരുന്നു. ഇനി ഇവിടുന്ന് 1 മണിക്കൂറോളം ഓഫ് റോഡ് യാത്ര ചെയ്തിട്ട് വേണം എഡ്ജ് ഓഫ് ദ വേൾഡ് എത്തിച്ചേരാൻ. റിയാദിൽ എത്തിയാൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട പ്രകൃതിയുടെ പ്രതിഭാസമാണ് ദുനിയാവിന്റെ അറ്റം അഥവാ എഡ്ജ് ഓഫ് ദ വേൾഡ്. ഇടിഞ്ഞു താറുമാറായ വഴികളിലൂടെയുള്ള ഡ്രൈവിംഗ് ത്രില്ല് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കൂടുതൽ പേരും ഇങ്ങോട്ട് വരുന്നത് സൺറൈസ് അല്ലെങ്കിൽ സൺസെറ്റ് കാണാനാണ്. അങ്ങനെ എഡ്ജ് ഓഫ് ദ വേൾഡ് എത്തി വണ്ടി പാർക്ക് ചെയ്ത് അല്പം മുന്നോട്ട് നടന്നപ്പോഴാണ് വലിയൊരു മലയുടെ എഡ്ജിലാണ് നമ്മളുള്ളതെന്ന് തിരിച്ചറിഞ്ഞത്. മണിക്കൂറുകൾ ചിലവഴിച്ച ശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചത്. മലയും കുന്നും താഴ്വാരങ്ങളും ട്രെക്കിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് എഡ്ജ് ഓഫ് ദ വേൾഡ്.